എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇപ്പൊ ഇന്ന് രാവിലെ മഴയായ കാരണം എല്ലാ കാര്യങ്ങളും വെപ്രാളം പിടിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അത് കാരണം ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പോലും പറ്റണില്ല. വൈകുന്നേരത്തെ വിശേഷങ്ങളായതുകൊണ്ട് തന്നെ ദേ ഒരു കുട്ടിക്കാലം നിറയെ ചായ വെച്ച് നമുക്ക് തുടങ്ങാന്ന് വിചാരിച്ചു. ഇപ്പൊ ചേച്ചി അടക്കം ജോലിക്ക് പോണ കാരണം എനിക്കിപ്പോ ഫ്രീ ടൈം കിട്ടല് വളരെ വിരളമാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് മഴ ഉള്ളതുകൊണ്ട് തന്നെ അച്ഛന് പണി ഉണ്ടാവില്ല. അപ്പൊ അച്ഛണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ എനിക്ക്. ഇന്ന് പിന്നെ വൈകുന്നേരം ചായക്ക് വെള്ളവിൽ ഉണ്ടായിരുന്നു. അപ്പൊ അത് നനച്ചെടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. വിശന്ന് വരുന്ന ആൾക്കാര് എപ്പോഴും പാത്രങ്ങൾ തപ്പണത് ഞാൻ കാണാറുണ്ട്. ഇന്ന് അച്ഛന് പണിയില്ലാത്ത കാരണം ഉപ്പരുതാ വീട്ടിലുണ്ട് കേട്ടോ. ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാത്ത ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? അതാരാ താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനാണ് കേട്ടോ. ഗ്യാസിനൊക്കെ എന്താ വില, അത് കാരണം ഞങ്ങള് പുറത്തൊരു അടുപ്പൊക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി ഫുൾ ക്രെഡിറ്റ് അച്ഛനാണ് കേട്ടോ. പിന്നെ അച്ഛന്റെ കയ്യാളായിട്ട് ഞാനും ഉണ്ടായിരുന്നു. മഴ കൊള്ളാണ്ട് ഇനി മുതൽ അടുപ്പ് കത്തിക്കാൻ വേണ്ടിട്ട് ഇതാ ഷീറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ അടുപ്പിന്റെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നത്. അങ്ങനെ അച്ഛടെ പണിയെടുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് നാളികേരൊക്കെ പുതിച്ചെടുക്കാട്ടോ. പണ്ടൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് നാളികേരം പുതിച്ചെടുക്കാന്നൊക്കെ. ഇപ്പൊ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. എന്തോ ഇഷ്ടല്ല. ഈ കുഴിമണിമാര് മല ചുമക്കും അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ദേ ആ ഒരു അവസ്ഥയാണ് എന്റെ. ഇഷ്ടമില്ലാത്ത പണി കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ദാ ഇതാണ് കേട്ടോ അവസ്ഥ. ദേ നാളികേരം കേടാ. ഇനി നമുക്ക് പുതിയതോർണം കൂടി പൊതിച്ചെടുക്കണം കേട്ടോ. അല്ലാത്ത കഷ്ടമായി പോയി. അങ്ങനെ ഒരു നാളികേരം സെറ്റാക്കി അടുക്കളയ്ക്ക് വരുമ്പോഴത്തേനും നമ്മുടെ തേജപ്പം എന്താ ഉറക്കൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഈയിടെയായിട്ട് മൂപ്പർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഡ്രസ്സ് ഇടാന്നുള്ളത് കേട്ടോ. ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ഊരാനും ഒരു കരച്ചിലാണ്, ഇടാനും ഒരു കരച്ചിലാണ്. ഇപ്പൊ ക്ഷമ പിടിച്ചിട്ടുള്ള ആ ഒരു നോട്ടം ലാസ്റ്റുള്ള പഞ്ചസാര മൂപ്പർക്ക് കൊടുക്കോ കൊടുക്കില്ലേ എന്നറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ. കൊടുത്തില്ലെങ്കിൽ പിന്നെ അവിടെ ഒരു കീച്ചിലാണ് കേട്ടോ. ക്ഷമയോട് കാത്തിരുന്ന കാരണം ഒരു ഇച്ചിരി പഞ്ചസാരയൊക്കെ കൊടുക്കാല്ലേ. എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് അമ്മ ഇങ്ങനെ നാളികേരൊക്കെ ചരുകുമ്പോ ഞാനത് നോക്കിയിട്ട് പാതിപ്പുറത്തിരിക്കും കേട്ടോ. കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ അമ്മ അതിന്ന് കുറച്ചിട്ട് എടുത്ത് തരുമ്പോ നമുക്ക് അത് പേടിച്ച് വായിലിട്ടിട്ടാണ് പിന്നെ ഉള്ള പോക്ക്. എനിക്ക് ഈ തേജപ്പനി പഞ്ചസാര കൊടുക്കുമ്പോ എന്റെ മനസ്സിലതാണ് കേട്ടോ. ഷോ എന്നും കുട്ടിയായിട്ട് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു സെറ്റ് ലൈഫ് അല്ലേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും തേജപ്പന് ട്രൗസറൊക്കെ ഇടിപ്പിച്ച് നമുക്ക് അച്ഛന്റെ അടുത്ത് കൊണ്ടുവന്നാക്കാട്ടോ. അങ്ങനെ അവിൽ നനച്ചതും കൂട്ടി അച്ഛന് ചായ കൊടുത്തു. ഇനിയിപ്പോ വരുന്ന ആൾക്കാർക്ക് എടുത്തു വയ്ക്കാട്ടോ. 4:30 ആവുമ്പോ അമ്മേനെ കൊണ്ടുവരാൻ വേണ്ടി പോകണം ഒല്ലൂർക്ക്. അതിനെക്കാട്ടും മുമ്പ് എനിക്ക് കുറച്ച് പരിപാടി കൂടി ഉണ്ട് കേട്ടോ. ആദ്യത്തെ ഒരെണ്ണം ദാ ഇതാണ് കേട്ടോ. ഒരു കുറിയർ എടുക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നു DTDCന്ന് കരിവാപ്പടിന്ന്. ആ സാധനം ആദ്യം കളക്ട് ചെയ്തതിനു ശേഷം അങ്ങനെ പിന്നെ ഈ വർഷത്തെ ലാൻഡ് ടാക്സ് അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തുട്ടോ. എനിക്ക് വലിയ വിശേഷം നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അത് കുറച്ചും കൂടി കഴിയട്ടെ എന്ന് വിചാരിക്കുകയാണ് ഞാൻ. പിന്നെ നേരെ അമ്മേനെ കൂട്ടാൻ വേണ്ടിട്ട് ഒല്ലൂർ എസ്റ്റേറ്റിക്ക് വന്നതാണ് കേട്ടോ. ഞാൻ നേരത്തെ ആയതുകൊണ്ടാണോ അമ്മ നേരം വൈകിയോണ്ടാണോന്ന് അറിയില്ല. കുറച്ചു നേരം പോസ്റ്റ് ഒക്കെ കിട്ടിട്ടോ. എന്നാലും കുഴപ്പമില്ല. അടിപൊളി മഴ വരുന്നുണ്ട്. അമ്മ വരുമ്പോഴത്തേനും കോട്ടൊക്കെ ഇട്ട് സെറ്റ് ആവട്ടെ. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.